സംസ്ഥാനത്ത് പലയിടങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ടല്ലേ ഇത്തരം ഡിജിറ്റലൈസേഷൻ ക്യാമ്പുകൾ. ഈ ക്യാമ്പുകളുടെ ഒരു പ്രത്യേകത എന്താ? ഈ ക്യാമ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ BLO ബൂത്ത് ലെവൽ ഓഫീസറിന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു വോളണ്ടിയർ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു വില്ലേജിലെ സ്റ്റാഫ് കൂടി ഉണ്ടാവും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസർ ഫീൽഡിലേക്ക് പോകുമ്പോൾ കുറേ പ്രാവശ്യം വീട് പൂട്ടിയിട്ടുണ്ടാവും, ഫോം തിരിച്ച് വാങ്ങാൻ പ്രയാസമായിരിക്കും. അതുപോലെ തന്നെ ഒരു ഡിജിറ്റൈസേഷൻ കൂടി ചെയ്യണം, അതായത് മൊബൈൽ ആപ്പ് വഴി ഇതെല്ലാം മൊത്തം നമുക്ക് അപ്ലോഡ് കൂടി ചെയ്യേണ്ടതുണ്ട്. സോ ഈ ഒരു സംവിധാനത്തോടു കൂടി ജനങ്ങളോട് നമ്മുടെ എന്താ പറയുക, നമ്മുടെ റെസിഡൻഷ്യൽ അസോസിയേഷൻ സഹായത്തോടു കൂടി ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, താങ്കൾക്ക് കാണാം. പിന്നെ അവരുടെ ഫോംസ് അവർ തിരിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വോളണ്ടിയറുടെ സഹായത്തോടു കൂടി ഈ ഫോംസ് BLOയുടെ നേതൃത്വത്തിൽ ഇത് നമ്മൾ അപ്ലോഡ് ചെയ്ത് ഡിജിറ്റൈസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു വോളണ്ടിയർ ഉള്ളത് അദ്ദേഹം ഒരു NITയിലെ എഞ്ചിനീയർ പഠിച്ച ഒരു വോളണ്ടിയറാണ്. ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ക്യാമ്പിലെ BLO സഹായിക്കാൻ വേണ്ടിയിട്ട് ഫോം തിരിച്ച് വാങ്ങാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ ഡിജിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് ഒരു മിനിറ്റിലെ ഒരു ഫോം നമുക്ക് ഡിജിറ്റൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിലെ ഏകദേശം 50-60 ഫോംസ് ചെയ്യും. പിന്നെ 6-7 മണിക്കൂറിലെ 300ഓളം ഫോംസ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനത്തെ ലാക്സിനകത്ത് ഫോം ഡിജിറ്റലൈസ് ചെയ്തു എന്നാണ് ഇന്നലെ വരെയുള്ള കണക്ക്. അതെ, നമുക്ക് ഇന്ന് 4-5 ദിവസത്തിനകം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മുടെ ഒരു അഭിപ്രായം. ആർക്കും ഒരു പ്രയാസം വരാത്ത രീതിയിൽ എല്ലാവരെ സഹായിച്ചുകൊണ്ട് തന്നെ എല്ലാവരുടെ ഒരു കൂട്ടായ്മ പ്രവർത്തനത്തോടു കൂടി ഇത് നമുക്ക് നേരിടാൻ സാധിക്കും. ഇന്നലെ രാഷ്ട്രീയ പാർട്ടികൾ വലിയ ആശങ്ക ഉന്നയിച്ചിരുന്നു, അതൊക്കെ പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ്. എന്ത് ആശങ്കയാണ്? അതായത് BLOമാർക്ക് ആവശ്യമായ പരിശീലനം ലഭിച്ചിട്ടില്ല. 3 തവണ BLOമാർ വീടുകളിൽ പോയിട്ടും കാണാത്ത 1,30,000-ഓളം വോട്ടർമാരുണ്ട്. ഇവരെ കണ്ടെത്തണം. അതൊക്കെ ഒരു കടമ്പയെ മുന്നിൽ നിൽക്കുക. തീർച്ചയായിട്ടും അത് നമ്മൾ അങ്ങനെ തന്നെയാണ് നമ്മുടെ പ്രസ് റിലീസസിൽ പറയുന്നത്. പിന്നെ റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ സഹായത്തോടു കൂടി ഇങ്ങനെ കണ്ടെത്താൻ സാധിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെ കൂടി കണ്ടെത്തണം. ബൂത്ത് ലെവൽ ഏജൻറ്റ്സ് കൂടി ശ്രമിക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മളിപ്പോൾ ഫോംസ് കൊടുത്ത് തിരിച്ച് വാങ്ങിയ ശേഷം എല്ലാ ബൂത്ത് ലെവൽ ഓഫീസർ ഒരു മീറ്റിംഗ് ബൂത്ത് ലെവൽ ഏജൻസോട് കൂടി അത് എടുക്കും. അപ്പോൾ ഈ വർത്ത കണക്ക് അവരുടെ മുൻപ് നമ്മൾ ഹാജരാക്കും. അവിടെ ആരെങ്കിലും BLAക്ക് അറിയുന്ന ആളുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയാം, മരിച്ച ആളല്ല എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയാം. തിരിച്ചറിയുന്ന ആളില്ലെങ്കിലും അവർക്ക് കൃത്യമായിട്ട് പറയാം. അതെല്ലാം നോക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ നമുക്ക് ഇടപെട്ടിട്ട് നല്ല ഒരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നു. ഡിസംബർ 4 വരെയാണ് നമ്മൾ ഈ ഫോം നൽകുന്നതിനും ഫോം ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് സമയം നൽകിയിട്ടുള്ളത്. പലയിടങ്ങളിലും 25-26 തീയതിക്കുള്ളിൽ ഇത് പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം ലഭിച്ചതായി BLOമാരുടെ പരാതിയുണ്ട്. അത്തരത്തിൽ അങ്ങനെ ഒരു ശാഠ്യമുണ്ടോ? നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആദ്യമായിട്ട് നമ്മൾ ഫോം വിതരണം ചെയ്തു, വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 60-70% ഫോംസ് നമ്മൾ തിരിച്ച് വാങ്ങിയിട്ടുമുണ്ട്. ഇപ്പോൾ ഇതുപോലത്തെ ക്യാമ്പ് മോഡിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സ്പീഡ് അനുസരിച്ചിട്ട് 4-5 ദിവസത്തിനകം വളരെ ഈസി ആയിട്ട് പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി. ബാക്കി ദിവസങ്ങൾ നമുക്ക് കുറച്ച് വിട്ടുപോയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മാപ്പിങ്ങിൻ്റെ എക്സസൈസ് വേണ്ടി വന്നാൽ അതിലെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് നമ്മളങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നിർബന്ധമായിട്ട് 26-നുള്ളിൽ തന്നെ ചെയ്യണമെന്നുള്ള അങ്ങനെ ഒരു നിർദ്ദേശം ആർക്കും ഇല്ല. പരമാവധി നമുക്ക് ചെയ്യണം, എത്ര പെട്ടെന്ന് ചെയ്യണമെന്നുള്ളതേ പറയുന്നുള്ളൂ. പിന്നെ അവരുടെ ടാർഗറ്റ് അനുസരിച്ച് അതത് ജില്ല അവരുടെ ടാർഗറ്റ് അവർ ബേസിസിൽ വെച്ചിട്ടാണ് അവർ തീരുമാനിക്കുന്നത് എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വയനാട്ടിലെ ഒരു 25% ഓൾറെഡി അവർ ചെയ്തിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. അവരുടെ ടാർഗറ്റ് വെച്ചിട്ടാണ് അവർക്ക് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത്. പക്ഷേ കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കണം. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു 2-3 ദിവസം കൂടി കിട്ടുവാണെങ്കിൽ വിട്ടുപോയ ആൾക്കാർ കൂടി നമ്മൾ ട്രേസ് ചെയ്തിട്ട് അവരെ കൂടി സഹായിക്കാൻ പറ്റും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു ടൈം ലിമിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ടോ സാർ? ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ടൈം ലിമിറ്റ് ഡിസംബർ 4 ആണ്. പക്ഷേ നമ്മൾ ജില്ലയോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സ്പീഡ് അനുസരിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 4-5 ദിവസത്തിനുള്ളിൽ തന്നെ 100 അധികം കൂടുതൽ വോട്ടേഴ്സ് ഉള്ള ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് കൃത്യമായി ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട് 4-5 ദിവസത്തിനകം. സോ 4-5 ദിവസം ഇല്ല 6-7 ദിവസത്തിനകം കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നു. സോ അത്ര ദിവസത്തിനകം നമുക്ക് പൂർത്തിയാക്കണമെന്നുള്ള ഒരു റിക്വസ്റ്റ് എല്ലാ BLOമാർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിർബന്ധമായിട്ട് ഈ സമയത്തുള്ളിൽ തന്നെ ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് കുറച്ച് കൂടുതൽ സമയം കിട്ടുവാണെങ്കിൽ അൺട്രേസബിൾ ആയിട്ടുള്ള ആൾക്കാർ കൂടി നമുക്ക് കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കും എന്നുള്ളതാണ്. അതത് ജില്ലകളാണ് ഇത് ടാർഗറ്റ്സ് ഫിക്സ് ചെയ്യുന്നത്. ഫോം കംപ്ലീറ്റ് അല്ല എങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ ഫോം പൂരിപ്പിച്ച് നൽകുന്നവരെല്ലാം ഈ കരട് പട്ടികയിൽ വരും. തീർച്ചയായിട്ടും വരും. അതിനുശേഷം ഉള്ള പ്രോസസ്സ് ഡിസംബർ 4 ശേഷം അല്ലെങ്കിൽ ഡിസംബർ 9 ശേഷമായിരിക്കും. അതെ, 4 തീയതിക്കുള്ളിൽ വരും. പിന്നെ ബാക്കി നമ്മുടെ വെരിഫിക്കേഷനെല്ലാം ചെയ്തിട്ട് 9 ഡ്രാഫ്റ്റ് റോൾ പബ്ലിഷ് ചെയ്യും. അത് കാണിട്ടാണ് ഒരു മാസം ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷന് വേണ്ടിയിട്ടുള്ളത്. ആർക്കെങ്കിലും പരാതി കൊടുക്കാനുണ്ടെങ്കിൽ ക്ലെയിംസ് പറയാനുണ്ടെങ്കിൽ അത് പറയാം. പിന്നെ അത് കണ്ടിട്ട് ഒരു മാസം നമുക്ക്
ഇതിലെ ഒരു മൊത്തം സ്ക്രൂട്ടിനി ചെയ്യാനും ഹിയർ ചെയ്യാനുള്ള ഒരു കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. പിന്നെ 7-ാം തീയതി ഡിസംബറിനാണ് നമുക്ക് ഫൈനലായിട്ട് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ നമ്മൾ കാര്യം ചെയ്യുവാണെങ്കിൽ ഈ ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസ് ഹിയറിങ്ങിലെ ഈ കാര്യങ്ങളെല്ലാം വളരെ കുറിച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഭാവിയിൽ നമുക്കൊരു ഹിയറിങ്ങിൻ്റെ പ്രോബ്ലംസ് ഒക്കെ വരത്തില്ല. കൃത്യമായിട്ട് നമ്മൾ മാപ്പിംഗ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ആൾക്കാരുടെ ഒരു ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കേണ്ടി വരത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആൾക്കാരോട് കൃത്യമായിട്ട് ഈ ഫോം ഫിൽ ചെയ്യണമെന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിലും 2002 ലിസ്റ്റിൽ അവർക്ക് ആര് കിട്ടിയില്ലെങ്കിലും അത് പ്രശ്നമൊന്നുമില്ല. അവർ സൈൻ ചെയ്ത് തന്നാൽ മതി. ബാക്കി നമുക്ക് ഹിയറിങ്ങിൻ്റെ സമയത്ത് ഏതെങ്കിലും 12 ഒരു രേഖ അവർക്ക് ഹാജരാക്കേണ്ടി വരും. വേണ്ടി വന്നാൽ മാത്രം ആ സമയത്ത് അത് നോക്കാം. ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ തൽക്കാലം സമയം നീട്ടിവെക്കണമെന്നാണ് ഇന്നലെ ചേർന്ന രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിലടക്കം വിവിധ രാഷ്ട്രീയ കക്ഷികൾ ആവശ്യപ്പെട്ടു. പക്ഷേ നമ്മൾ നിലവിൽ ഷെഡ്യൂൾ ചെയ്ത സമയപ്രകാരം മുന്നോട്ട് പോവുകയാണല്ലേ? ഇപ്പോൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ മാൻഡേറ്റ് വളരെ ക്ലിയറാണ്. അത് രണ്ടായിട്ട് കൃത്യമായിട്ട് നടക്കണമെന്നുള്ളത് രണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസാണ്. അവർ തീരുമാനപ്രകാരം കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ജില്ലാ കളക്ടർമാർ അടക്കം എല്ലാവരും ഉറപ്പ് നൽകിയിട്ടുണ്ട്. സോ അതിലെ ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനം അനുസരിച്ച് തന്നെയാണ് നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.